السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 225-ാം പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിലൂടെ അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി 225-ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ലാ അസ്അലുകും അലൈഹി മാലൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വമാ അന ബിതാരിദിൽ ലദീന ആമനൂ إنهم ملاقو ربهم ولكني أراكم قوما تجهلون ويا قوم من ينصرني من الله إن طردتهم أفلا تذكرون ولا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول إني ملك ولا أقول للذين تزدري أعينكم لن يؤتيهم الله خيرا الله أعلم بما في أنفسهم إني إذا لمن الظالمين قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون أم يقولون افتراه قل إن افتريته فعلي إجرامي وأنا بريء مما تجرمون وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون സദഖല്ലാഹുൽ അലിയുൽ അളീം. സൂറത്ത് ഹൂദിലെ 29 മുതൽ 37 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 12-ാമത്തെ ജുസ്ഇൽ 225-ാം പേജ്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന്റെ വഴിയിലേക്ക് തൻ്റെ ജനതയെ ക്ഷണിച്ചപ്പോൾ അഹങ്കാരത്തോടെ ധിക്കരിക്കുകയും തട്ടുത്തരങ്ങളും ദുർന്യായങ്ങളും പറയുകയാണ് അവർ ചെയ്തത്. 3 ന്യായങ്ങൾ, ന്യൂനതകൾ കണ്ടെത്തി പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ആ ഒരു ആരോപണങ്ങളോട് എങ്ങനെയാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രതികരിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ പേജിൻ്റെ അവസാനത്തെ ആയത്തിൽ പറയുകയും ചെയ്തു. ഇനി മഹാനവറുകൾ ആ മറുപടി പറയുന്നത് തുടരുകയാണ്. ഇനി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രബോധനത്തിൻ്റെ പേരിൽ പ്രതിഫലവും കൂലിയൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ തന്നിൽ കാശ് വാങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങളിപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച ആ പാവങ്ങളെ അകറ്റി നിർത്താനും മാട്ടിക്കളയാനുമാണ്. ആ മഹാപാതകം ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ലാ അസ്അലുകും അലൈഹി മാലൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വമാ അന ബിതാരിദിൽ ലദീന ആമനൂ إنهم ملاقو ربهم ولكني أراكم قوما تجهلون ويا قوم من ينصرني من الله إن طردتهم أفلا تذكرون. 29-30 ആയത്തുകൾ. വയാ ഖൗമി, മഹാനവറുകൾ പറയുകയാണ്, വയാ ഖൗമി, എൻ്റെ സമുദായമേ,
ലാ അസ്അലുക്കും അലൈഹി, ഈ ഒരു സന്മാർഗ ദർശനത്തിന് അല്ലെങ്കിൽ പ്രബോധനത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല മാലൻ, പണം ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കൂലി തരണം എന്ന് പറയുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ പ്രതിഫലം അള്ളാഹിൻ്റെ അടുക്കൽ മാത്രമാണ്. ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലം അല്ല ഇല്ലാ അലല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മതി എനിക്ക്, നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല. പിന്നെയോ വമാ അന ബിത്വാരിദില്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ച പാവങ്ങളായ ആളുകളെ ഞാൻ ആട്ടിപ്പായിപ്പിക്കൂല, ഞാൻ അവരോട് പോകാൻ പറയില്ല. ഇന്നഹും മുലാഖൂ റബ്ബിഹിം, നിശ്ചയമായും തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്ന ആളുകളാണവർ, മുഅ്മിനീങ്ങളായ ആളുകളാണവർ. ഞാൻ എങ്ങനെ അവരെ ആട്ടിപ്പായിപ്പിക്കുക? വലാകിന്നീ, നിശ്ചയമായും ഞാൻ അറാക്കും ഖൗമൻ തജ്ഹലൂൻ, വിവരശൂന്യരായ ഒരു വിഭാഗമായാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. നിങ്ങൾക്കാണ് വിവരമില്ലാത്തത്, എൻ്റെ കൂടെ കൂടിയ പാവങ്ങളായ മുഅ്മിനീങ്ങൾക്കല്ല. അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിൽ നിന്ന് വിശ്വസിച്ച ആളുകളാണവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആളുകളാണ്. അവരെ ഞാൻ ഒരിക്കലും താരിദുൻ, ഞാൻ അവരെ ആട്ടിപ്പായിപ്പിക്കുന്ന ആളല്ല. താരിദ് എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ആട്ടിക്കളയുന്ന ആൾ എന്നർത്ഥം. വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ, പക്ഷേ വിവരശൂന്യരായ ഒരു വിഭാഗമായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. പിന്നെ വയാ ഖൗമി, എൻ്റെ സമൂഹമേ, മൻ യൻസുറുനി മിനല്ലാഹി, എന്നെ ആരാ സഹായിക്കുക അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന്? ഇൻ തുറത്തും, ഞാൻ ആ പാവങ്ങളെ ആട്ടിക്കളയുകയാണെങ്കിൽ. മൻ യൻസുറുനി, എന്നെ ആരാണ് സഹായിക്കാനുണ്ടാവുക? മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. എപ്പോ? ഇൻ തുറത്തുഹും, ആ പാവങ്ങളായ ആളുകളെ ഞാൻ ആട്ടിയകറ്റിയാൽ. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വരുമോ അള്ളാഹുവിനെ ശിക്ഷിച്ചാൽ? ഇല്ലല്ലോ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഭൗതിക താല്പര്യങ്ങൾ ഏതു സൽക്കർമ്മത്തിനും മാറ്റുകുറക്കും. ഇവിടെ ആ വയാഖും ലാ അസ്അലുക്കും അലൈഹി മാലൻ ഇൻ അജ്ര ഇല്ലാ അലല്ലാഹ്, അത് അടിവരായിട്ട് മനസ്സിലാക്കണം നമ്മൾ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഭൗതികമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ, പൈസ കിട്ടണമെന്നോ മറ്റോ താല്പര്യങ്ങളുണ്ടെങ്കിൽ ആ കർമ്മത്തിന് മാറ്റുകുറക്കുമെന്നതിൽ സംശയമല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഭൗതിക താല്പര്യങ്ങൾ ഒന്നും അവരുടെ പ്രബോധനത്തിന് ഇല്ല എന്ന് ഇത്രയും വ്യക്തമായ ആളുകളോട് പറയുന്നത്. അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ എതിർകക്ഷികൾ ശ്രമിക്കും. എതിർകക്ഷികൾ പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഇരുത്തിക്കളയാൻ ഉപയോഗിക്കുന്നൊരു അടവാണിത്. എന്ത്? നിങ്ങളെന്താ ഈ വാഴ പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാനല്ല നടക്കുന്നത്? പണ്ട് മുതലേ ഇത്തരം ആളുകളെ ഭൗതിക താല്പര്യങ്ങൾ ആരോപിച്ച് ഇരുത്തിക്കളയുക എന്നത് ശത്രുക്കളുടെ ഒരു ശൈലിയാണ്. പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ഇവർ കാണിച്ചത്, അതേ ശൈലിയാണ് സ്വീകരിച്ചത്. തൽപരകക്ഷികൾ എന്നുമാണ് സ്വീകരിക്കാറുണ്ട്. ഭൗതിക നേട്ടങ്ങൾ കണ്ണുവെക്കുക എന്നത് തെറ്റിദ്ധാരണക്കുള്ള ഒരു കാരണം തന്നെയാണ്. ശരിയാണ്. അതുകൊണ്ടാണ് മിക്ക പ്രവാചകന്മാരും ഈ കാര്യം കൃത്യമായി തുറന്നു പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നത്, ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം മതി. ദഅവത്ത് എന്നത്, ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ്. അതുകൂടെ ഇവിടുന്ന് മനസ്സിലാക്കണം. ആ കൂലി പറച്ചൻ്റെ അടുത്ത് കിട്ടും, മനസ്സിലാക്കണം. അല്ലാതെ അതുകൊണ്ട് ഭൗതിക താല്പര്യങ്ങൾ ഒരിക്കലും ഉദ്ദേശം ഉണ്ടാകരുത്. അതുണ്ടായാൽ ആ ദഅവത്തിന് മാറ്റുപറയും, അല്ലെങ്കിൽ അത് ഫലിക്കുകയില്ല എന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യനിഷേധികൾ പലപ്പോഴും സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ വിലസുന്ന ആളുകളായിരിക്കും. സത്യവിശ്വാസം പുൽകുന്ന ആളുകൾ മിക്കവരും വളരെ പാവപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകളുമായിരിക്കും. എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രമാണിമാരായ സത്യനിഷേധികളുടെ ദുരാഭിജാത്യം സടകുടഞ്ഞെഴുന്നേൽക്കും. അവർ പറയും, സമൂഹത്തിൽ നിലയും വിലക്കുള്ള ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കൂടെ കൂടിയ പട്ടിണി പാവങ്ങളോടൊപ്പം ഇരിക്കുക? അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പ്രമാണിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതേ കാര്യം തുറന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണത്. പാവങ്ങളായ ആൾക്കാരെ മാറ്റി നിർത്തി ഞങ്ങൾ വരാം, അല്ലെങ്കിൽ പാവങ്ങൾക്കൊരു സമയം, ഞങ്ങൾക്ക് വേറെ സമയമാണ്, ഞങ്ങൾക്കൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പാവപ്പെട്ട സത്യവിശ്വാസികളെ മാറ്റി നിർത്താനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ഇവർ ആവശ്യപ്പെടുന്നത്. അതിനും മറുപടി പറയുകയാണ്, വായടപ്പൻ മറുപടി, ഞാനത് ചെയ്യില്ല. അമാ അന ബിത്വാരിദില്ലദീന ആമനൂ, ഞാനത് ചെയ്യില്ല. അവർ അള്ളാഹുവിൽ വിശ്വസിച്ച പട്ടിണി പാവങ്ങളാണ്. ആ പാവങ്ങൾ അകറ്റി നിർത്താൻ, ആട്ടിക്കളയാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ മഹാപാതകം ഞാൻ ചെയ്യില്ല. അതിന് മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അള്ളാഹുവിൻ്റെ പ്രീതിയും സംതൃപ്തിയും ലക്ഷ്യം വെച്ചാണ് അവർ മുഅ്മിനീങ്ങളായത്. അതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാൻ നാളെ അള്ളാഹുമായി അവർ കണ്ടുമുട്ടുകയും ചെയ്യും. അവർക്ക് അവൻ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. അത്യുന്നതരായ സൗഭാഗ്യവന്മാരായ സ്വർഗാവകാശികളായ ആ ആളുകളെ എൻ്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ അസംതൃപ്തി എനിക്ക് നേരെ വരുമ്പോൾ അത് തടുക്കാൻ നിങ്ങളാരെങ്കിലും കൂടെ നിൽക്കുമോ? ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്
മോചനം ലഭിക്കുന്ന എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ആട്ടിക്കളയാം എന്നൊന്നും ഇതിന് അർത്ഥമല്ല കേട്ടോ. അങ്ങനെ അർത്ഥം വെക്കരുത്. നൂഹ് നബി അലൈഹി സ്വലാം ചെയ്യൂല. മനസ്സിലാണ്ടോ? വളരെ ബുദ്ധിശൂന്യമായ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ നിങ്ങളിൻ്റെ കൂടെ എന്നാൽ ഞാൻ അവരെ ആട്ടിക്കളയാം എന്നൊന്നും അർത്ഥമല്ല, ഒരിക്കലുമില്ല. വിവരമില്ലാത്ത ജനതയാണ് നിങ്ങളെന്ന് അതാണ് സൂക്തത്തിൻ്റെ അവസാനം നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നു, വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ. ഇനി 31-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. പ്രവാചകത്വം അംഗീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും കഴിവുകളും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരോട് പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ വിചിത്രമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായേൽ ആ വിഷയം പറയുന്നുണ്ട്. അവർ ആവശ്യപ്പെട്ടത്, ഈ ഭൂമിയിൽ നിന്ന് ഒരു ഉറവ നിങ്ങൾ ഒലിപ്പിച്ചു കാണിച്ചു തരണം, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ. അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു തോട്ടമുണ്ടാവണം, അല്ലെങ്കിൽ ആകാശം തവിട് പൊടിയാക്കി അതിൽ നിന്ന് കഷ്ണങ്ങൾ ഞങ്ങളുടെ മേലെ വീഴ്ത്തിത്തരണം. സൂറത്തുൽ ഇസ്രായേൽ 90 മുതൽ 93 വരെ ആയത്തിൽ അല്ലാത്ത ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ആളുകളും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും ഇങ്ങനെ വിചിത്രമായ പല ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അതിന് ഇനി മഹാനവറുകൾ പറയുന്ന മറുപടിയാണ് അടുത്ത 31-ാമത്തെ ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ഇന്നി മലക് വലാ അഖൂലു ലില്ലദീന തസ്ദരി അഅ്യുനുകും ലൻ യുഅ്തിഹുമുല്ലാഹു ഖൈറാ അല്ലാഹു അഅലമു ബിമാ ഫീ അൻഫുസിഹിം ഇന്നി ഇദൻ ലമിനൽ ളാലിമീൻ. മഹാനവറുകളോട് പലതും അവർ ആവശ്യപ്പെട്ടിരുന്നതിന് മറുപടി പറയാം. വലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ലല്ലോ, ഇന്ദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ലല്ലോ. കുറേ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ, അപ്പം അള്ളാഹിൻ്റെ ഖസാനകൾ എൻ്റെ കയ്യിലാണെന്ന് ഞങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. പിന്നെ വലാ അഅലമുൽ ഗൈബ, അദൃശ്യകാര്യങ്ങൾ അറിയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അദൃശ്യമറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെയോ വലാ അഖൂലു ഇന്നി മലക്കുൻ, ഒരു മലക്കാണ് ഞാൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ചോദിക്കുന്ന വിചിത്രമായ ആവശ്യങ്ങളൊക്കെ റെഡി ചെയ്യാമായിരുന്നു. ഞാനതൊന്നും ആണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ വലാ അഖൂലു, ഞാൻ പറയുന്നില്ല, ലില്ലദീന തസ്ദരി അഅ്യുനുകും, നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരരായി കാണുന്നവരെ കുറിച്ച്, ലൻ യുഅ്തിഹുമുല്ലാഹു ഖൈറ, അള്ളാഹു അവർക്ക് ഒരു നന്മയും നൽകുകയേ ഇല്ല എന്ന് പറയാനും ഞാൻ സന്നദ്ധനല്ല. അപ്പോൾ അള്ളാഹിൻ്റെ ഖസാനകൾ എൻ്റെ അടുക്കാന്ന് ഞാൻ പറയില്ല, ഗൈബ് അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, മലക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ നിസ്സാരരായി കാണുന്ന ആളുകൾ, അതായത് എൻ്റെ കൂടെ കൂടിയ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങളെന്താ, നിങ്ങളെ കണ്ണുകളിൽ അവർ നിസ്സാരരാണ്. അതുകൊണ്ടാണ് തസ്ദരി അഅ്യുനുകും, തസ്ദരി എന്ന് പറഞ്ഞാൽ നിസ്സാരരായി കാണുക എന്നർത്ഥം. അഅ്യുനുകും, നിങ്ങളുടെ കണ്ണുകൾ നിസ്സാരരായി കാണുന്നവരെ കുറിച്ച് ഞാൻ പറയാനും ഒരുക്കമല്ല. എന്തു പറയാൻ ഒരുക്കമല്ല? ലൻ യുഅ്തിഹുമുല്ലാഹു ഖൈറ, അള്ളാഹു അവർക്ക് ഒരു നന്മയും കൊടുക്കൂല എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. അള്ളാഹു അവർക്ക് ഒരുപാട് നന്മ കൊടുക്കുന്ന മുഅ്മിനുകളായ ആളുകളാണ്. നിങ്ങൾ പറഞ്ഞാൽ എന്താ, ഓരോരുത്തർ ഖൈറൊന്നുമില്ല, അവർക്കൊരു ഫദ്ലുമില്ല, ഒന്നുമില്ല, ഒരു വെറുതെ പച്ചപ്പാവങ്ങളായ ആളുകൾ നിങ്ങളെ കൂടി ഒന്നും ആലോചിക്കാതെ കൂടിയതാണെന്നല്ലേ? അങ്ങനെയൊന്നും പറയാൻ ഞാൻ സന്നദ്ധനല്ല. എന്നാൽ അവരെക്കുറിച്ച് അങ്ങനെ വിധി പറയാൻ ഞാൻ തയ്യാറല്ല എന്നർത്ഥം. അങ്ങനെ അവരെ ആട്ടിപ്പായിപ്പിക്കാനും ഞാൻ തയ്യാറല്ല. അല്ലാഹു അഅലമു ബിമാ ഫീ അൻഫുസിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു അല്ലേ? ആ പാവങ്ങളായ ആളുകളുടെ ഖൽബിലുള്ളത് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങനെ അവരെ പുറത്താക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ, അവർക്കൊരു ഖൈറു അല്ലാഹു തആല കൊടുക്കൂല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്നി ഇദൻ മിനൽ ളാലിമീൻ, ഞാൻ അക്രമങ്ങളിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അങ്ങനെ വിധി കൽപ്പിക്കൂല. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇന്നി ഇദൻ മിനൽ ളാലിമീൻ, ഞാൻ അക്രമ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കുമൊക്കെ നൂഹ് നബി അലൈഹി സ്വലാം മറുപടി നൽകുകയാണ്. ഇവിടെ നമ്മൾ പലതും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, പ്രബോധകന്മാർ, ദാഇകൾ, സന്മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ആഗ്രഹിക്കരുത്, പ്രതീക്ഷിക്കരുത്. ഞാൻ ആരെങ്കിലും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത്. അതിനുവേണ്ടി ചെയ്യരുത്. ഭൗതിക താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ച് ചെയ്യരുത്.
ആളുകൾ നന്നാവുക, അവരെ നല്ല വഴിയിലേക്ക് നടത്തുക, ഇതിനായിരിക്കണം പ്രധാനമായ അവരുടെ ലക്ഷ്യം. പിന്നെ മറ്റൊരു കാര്യം, ജനങ്ങൾ പ്രമാണിമാരാണോ അല്ലേ എന്ന് നോക്കിയിട്ട് സത്യവിശ്വാസത്തെയും നല്ല കാര്യങ്ങളെയും വിലയിരുത്തരുത്. അപ്പോൾ ആളുകൾ നിങ്ങളെ കണ്ണിൽ നിസ്സാരമായ കാര്യം ആളുകൾക്ക് ഒരു ഹൈറും പടച്ചവും കൊടുക്കൂല എന്ന് എങ്ങനെ നിങ്ങൾ വിധി കൽപ്പിക്കുക? ഞാനങ്ങനെ വിധി കൽപ്പിക്കും. അതാണ് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്. അപ്പോൾ ആളുകളുടെ നന്മ അല്ലെങ്കിൽ അവരുടെ സത്യവിശ്വാസം ഇതൊന്നും പ്രമാണിമാരാണോ അല്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. പിന്നെ ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരിക. അതും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ മറ്റൊരു വിഷയമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു നല്ല കാര്യം ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ കേവലം താഴേക്കിടയിലുള്ള ആളുകളായതിൻ്റെ പേരിൽ ഉന്നതന്മാർ അറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മയാണെന്ന് ബോധ്യപ്പെടും. അല്ല, താഴേക്കിടയിലുള്ള ആളുകൾ ഒരിക്കലും തടയാൻ പാടില്ല. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ നല്ല കാര്യം ചെയ്യാൻ തയ്യാറായി മുന്നോട്ടിടുന്ന ആളുകളൊക്കെ താഴേക്കിടയിലുള്ള ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങളോട് വരൂല എന്ന് ഉന്നതന്മാർ പറയുകയാണെങ്കിൽ ആ ഉന്നതന്മാർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ, അത് അവരുടെ വിവരക്കേടാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ താഴേക്കിടയിലുള്ള ആളുകൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. സത്യനിഷേധികളുടെ കണ്ണിൽ നിസ്സാരരായി തോന്നുന്ന സത്യവിശ്വാസികൾ മഹാന്മാരാണെന്നാണ് അല്ലാഹു ഇവിടെ പറഞ്ഞിരുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഈ ആയത്തിൻ്റെ ഇടയിൽ വലാ അഅലമുൽ ഗൈബ എന്നൊരു പ്രയോഗം മഹാനവറുകൾ നടത്തിയിട്ടുണ്ട്. അദൃശ്യകാര്യങ്ങൾ എനിക്കറിയില്ല, അദൃശ്യകാര്യം എനിക്കറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു അറിയിച്ചു തരാത്ത അദൃശ്യകാര്യങ്ങൾ എനിക്കറിയില്ല എന്നാണ് ആശയം. കാരണം പല അദൃശ്യകാര്യങ്ങളും പലപ്പോഴും പല പ്രവാചകന്മാർക്കും അല്ലാത്ത അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരത് അറിയുകയും ചെയ്തിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ 86-ലും 96-ലും ആ വിഷയമുണ്ട്. അദൃശ്യകാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ എന്ന് ഇവിടെ പറയുന്ന നൂഹ് നബി അലൈഹി സ്വലാം തന്നെ വേറൊരു സ്ഥലത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ആറാഫ് 62-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വൻസഹു ലക്കും വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പോൾ അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അപ്പം അറിയും, അല്ലാത്തതായി ഒന്നും അറിയില്ല എന്നർത്ഥം. ബദർ യുദ്ധത്തിന് ശേഷം സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ ഇബ്നു വഹബും ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വളരെ രഹസ്യമായി ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഈ ദൗത്യവുമായി മദീനയിലെത്തിയ ഉമൈറിനോട് അവരിരുവരും ആവിഷ്കരിച്ചിരുന്ന പദ്ധതി ഒന്നൊഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആരും അറിയാതെ അവർ പദ്ധതിയിട്ട പ്ലാനുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. പിന്നെ ആ ഒരു സംഭവത്തിൻ്റെ അവസാനം വളരെ കടുത്ത ശത്രുവായിരുന്ന ഉമൈർ മുസ്ലിമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അല്ലാഹു അറിയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു അറിയിച്ചു കൊടുത്താൽ ആർക്കാരും ഗൈബുകൾ അറിയാൻ കഴിയും, പ്രത്യേകിച്ച് അമ്പിയാക്കൾക്കും മഹാന്മാരായ ആളുകൾക്കുമൊക്കെ. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകൾക്ക് അങ്ങനെ അറിയിച്ചു കൊടുത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ആയത്ത് നമുക്ക് കിടക്കും 32-ാമത്തെ ആയത്ത്. നൂഹ് നബി അലൈഹി സ്വലാം ഇത്രയും നീണ്ട വളരെ ചിന്തോദ്ദീപകമായ യുക്തമായ മറുപടികൾ ആ സമൂഹത്തിന് കൊടുത്തപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ് ഇനി പറയുന്നത്. എതിരാളികളുടെ വാദങ്ങളും ആവശ്യങ്ങളും ഒക്കെ ബുദ്ധിപരമായ എന്നാൽ വളരെ ചിന്തിപ്പിക്കുന്ന ന്യായങ്ങളിലൂടെ തെളിവുകളിലൂടെ നൂഹ് നബി അലൈഹി സ്വലാം ഖണ്ഡിക്കുകയാണ് ചെയ്തത്, നല്ല മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവസാനം അവർ മുട്ടുമടക്കുകയാണ്. നിഷേധികൾ ഉത്തരം മുട്ടുമടക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, ഉത്തരം മുട്ടിയാൽ പിന്നെ കൊഞ്ഞനം കാട്ടുക, അങ്ങനെയല്ല പറയാം. ഉത്തരം മുട്ടിയാൽ പിന്നെ കൊഞ്ഞനം കാട്ടുക തന്നെ. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാമിനവർ പറയുന്നത് മറുപടിയായിട്ട്? വേറൊന്നും പറയാനല്ല. എന്താ പറഞ്ഞത്? നീ ഞങ്ങളോട് വല്ലാതെ തർക്കിക്കുകയാണല്ലേ, അതുകൊണ്ട് ഇനിയൊന്നും നിന്നോട് ഞങ്ങൾക്ക് പറയാനില്ല. നീ ഒരു കാര്യം ചെയ്യും, സത്യസന്ധനാണെങ്കിൽ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങൾക്കെതിരെ വരും എന്ന് പറഞ്ഞ ശിക്ഷയല്ലേ, അതിങ്ങോട്ട് കൊണ്ടുപോവാം. ഇതാണ് ഒരു അവസാനമായി പറഞ്ഞത്. നോക്കൂ, എത്രമാത്രം ബുദ്ധിശൂന്യതയാണിത്, എന്തൊരു ധിക്കാരമാണിത്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, നിന്റെ മാർഗം സത്യസന്ധമാണെങ്കിൽ, ആ സത്യത്തിലേക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് കൈപ്പിടിച്ച് ഉയർത്തിത്തരൂ എന്നല്ലേ ആളുകൾ പറയേണ്ടത്. അതിന് പകരം പറഞ്ഞാൽ എന്താ? അത് സത്യമാണെങ്കിൽ ആ ശിക്ഷ കൊണ്ടുപോകാം. എന്തൊരു ധിക്കാരാണത്. സത്യം അംഗീകരിക്കുക എന്നത് അവരുടെ ലക്ഷ്യമേ അല്ല, സന്മാർഗം അവർക്ക് ആവശ്യമേ ഇല്ല.
അവർ അംഗീകരിച്ച് വരുന്ന ബഹുദൈവത്വം, ബിംബാരാധന, അതൊക്കെ പ്രവാചകനും അംഗീകരിച്ച് കൊടുക്കണം. അതാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ നടക്കണ കേസല്ലല്ലോ. നോക്കൂ 32-ാമത്തെ ആയത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാലു യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്തർത ജിദാലനാ ഫഅതിനാ ബിമാ തഅദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. ഖാലു, അവർ പ്രതികരിച്ചു, യാ നൂഹ്, നൂഹേ അലൈഹിസ്സലാം, ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് ധാരാളമായി തർക്കിച്ചു. ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് തർക്കിക്കുകയാണല്ലോ, നീ ഞങ്ങളോട് തർക്കിച്ചിരിക്കുകയാണല്ലോ. ഫഅക്തർത ജിദാലനാ, അങ്ങനെ ഒരുപാട് ആവർത്തിച്ച് തർക്കിക്കുകയാണല്ലോ. ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് തർക്കിച്ചു. ഫഅക്തർത ജിദാലനാ, ഞങ്ങളുടെ തർക്കം നീ അധികമാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവർത്തിച്ച് തർക്കിച്ചു എന്നർത്ഥം. ജാദല എന്ന് പറഞ്ഞാൽ തർക്കിച്ചു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നിന്നോടൊന്നും പറയല്ല. ഫഅതിനാ, നീ കൊണ്ടുവാ, ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നതാ. ബിമാ തഅദുനാ, ആ വാഗ്ദത്തം ചെയ്യുന്ന ശിക്ഷ അതുകൊണ്ട് കൊണ്ടുപോകാം. നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് കൊണ്ടുവന്ന ശിക്ഷ കൊണ്ടുപോകാം. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, നീ സത്യസന്ധന്മാരിൽപ്പെട്ടവനാണെങ്കിൽ. മക്കയിലെ മുശ്രിക്കുകളും ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അവർ ഖുർആൻ ഇങ്ങനെ കേട്ടപ്പോൾ പറയാ, പടച്ചോനെ, ഈ ഖുർആൻ നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് കല്ലിൻ്റെ മഴ വർഷിപ്പിച്ചു തരണമേ, അല്ലെങ്കിൽ വേദനാജനക ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, അങ്ങനെയാണോ പറയേണ്ടത്? ഈ ഖുർആൻ സത്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കത് അംഗീകരിക്കാനുള്ള തൗഫീക്ക് തരണേ എന്നല്ലേ ദുആ ചെയ്യേണ്ടത്? ആ സമയത്ത് ധിക്കാരികളായ ആളുകൾ ദുആ ചെയ്തു, ആ സത്യമാണെങ്കിൽ എന്നാൽ അങ്ങനെ ശിക്ഷ വരട്ടെ. അപ്പോൾ അത് എല്ലാ പ്രവാചകന്മാരുടെയും സമുദായം ഇങ്ങനെ കാണിച്ചിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. നബി എങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മുമ്പുണ്ടായിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല. 33-34 ആയത്തുകൾ നോക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ധിക്കാരികളായ ഈ ഖൗമിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. അതിന് ആ മഹാനുഭാവൻ അവസാനമായി അവരോട് മറുപടി പറയുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പങ്കില്ല. ആ ശിക്ഷ ഇറക്കിത്തരണം ഞാനല്ല. അള്ളാഹു ഉദ്ദേശിച്ചു എങ്കിൽ അവനത് നടപ്പിൽ വരുത്തും. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വേണം, ആ ശിക്ഷ വന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അള്ളാഹുവിനെ തോൽപ്പിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താതെ ഇതേ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്താനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങളെ ഞാൻ ഉപദേശിച്ചു എന്ന് കരുതി അതുകൊണ്ട് ഫലമുണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ധിക്കാരത്തിൻ്റെ ഫലം അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയൊക്കെയാണ് മഹാനവറുകൾ പറയുന്നതിൻ്റെ ചുരുക്കം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഫീലിങ്ങോടെയായിരിക്കും, എത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടായിരിക്കും മഹാനവറുകൾ ഈ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? ആയത്ത് നോക്കാം, 33-34. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻ ശാഅ വമാ അൻതും ബിമുഅ്ജിസീൻ വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയകും ഹുവ റബ്ബുക്കും വഇലൈഹി തുർജഊൻ. ഖാല, മഹാനവറുകൾ പ്രതികരിച്ചു, ഇന്നമാ യഅതീകും ബിഹില്ലാഹ്, തീർച്ചയായും ആ ശിക്ഷ അള്ളാഹു കൊണ്ടുവരും. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ. താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവാണ് നിങ്ങൾക്ക് ആ ശിക്ഷ കൊണ്ടുവരിക. അപ്പം നിങ്ങൾ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്കത് കൊണ്ടുവരാൻ കഴിയുമൊന്നുമില്ല. ഇന്നമാ യഅതീകും ബിഹില്ലാഹ്, അള്ളാഹുവാണ് ആ ശിക്ഷ കൊണ്ടുവരിക ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ. അങ്ങനെ വന്നാലോ വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് അവൻ അശക്തനാക്കാൻ കഴിയില്ല. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ അള്ളാഹുവിനെ അശക്തരാക്കുന്നവരല്ല. അള്ളാഹുവിനെ അശക്തരാക്കാൻ കഴിയില്ല എന്നർത്ഥം, അശക്തനാക്കാൻ കഴിയില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തർക്കിച്ചു, നിങ്ങൾ ഈ നിലപാട് തന്നെ തുടരാനാണ് താല്പര്യം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അള്ളാഹു തആല നിങ്ങളുടെ ഈ നിലപാട് കാരണം ആ വഴികേടിൽ തന്നെ നിലനിർത്താനാണ് പഠിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ഇത് ഉപദേശിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ നിർത്താം. വലാ യൻഫഉകും നുസ്ഹി, എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല, പ്രയോജനം ചെയ്യുകയില്ല. ഇൻ അറദ്തു അൻ അൻസഹ ലക്കും, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വിചാരിച്ചാലും. ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയകും, അള്ളാഹു നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ഈ ധിക്കാരപരമായ നിലപാട് കാരണം അള്ളാഹു നിങ്ങളെ വഴിതെറ്റിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വിചാരിച്ചാലും ആ ഉപദേശം കൊണ്ടൊരു ഫലം ഉണ്ടാവില്ല. ആ
ആ ഉപദേശം ഫലപ്പെടാൻ പോകുന്നില്ല, അത് ഫലശൂന്യമായിരിക്കും. ഹുവ റബ്ബുക്കും, എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഹുവ, അവൻ റബ്ബുക്കും, ആണ് നിങ്ങളുടെ റബ്ബ്. വഇലൈഹി തുർജഊൻ, അവൻ്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടി വരികയും ചെയ്യും. അള്ളാഹു നിങ്ങളെ വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവനായിരുന്നാൽ ഞാൻ ഉപദേശം നൽകാൻ വിചാരിച്ചാൽ തന്നെ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ? ഇല്ലല്ലോ. അതാണ് മഹാനവർകൾ പറയുന്നത്. അപ്പോൾ എത്ര എതിർപ്പുകൾ ഉണ്ടായിട്ടും പ്രബോധനം തുടരുകയായിരുന്നു മഹാനവർകൾ ചെയ്തത്. ഒരിക്കലും പ്രബോധനം നിർത്തിയിട്ടില്ല. അവസാനം വരെ അള്ളാഹു തആല ഒരു അറിയിപ്പ് കൊടുക്കുന്നത് വരെ ഇനി ആരും വിശ്വാസികളാവൂല എന്ന അറിയിപ്പ് കൊടുക്കുന്നത് വരെ മഹാനവർകൾ ആ വഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. പിന്നെ വേദന കൊണ്ട് പറയാണ്, ഞാൻ ഉപദേശിക്കാൻ വിചാരിച്ചാലും നിങ്ങൾ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, കാരണം നിങ്ങൾ ആ ഒരു നിലപാടത്തിന് നിൽക്കുകയാണല്ലോ എന്നൊക്കെ മഹാനവർകൾ പറയുന്നത് വേദന കൊണ്ട് പറയാണ്. അല്ല, പ്രബോധനം നിർത്തിയിട്ടില്ല. പ്രബോധനം നിർത്തിയത് പിന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇനി ആരും വിശ്വസിക്കൂല. അപ്പോഴാണ് മഹാനവർകൾ ദുആ ചെയ്യുന്നത്. മഹാനവർകൾ നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നൂഹിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ അവരെ രാത്രിയും പകലും ഏത് സമയം അവരെ സത്യത്തിൽ ക്ഷണിച്ചു നോക്കി, പക്ഷേ അവരൊന്നും അംഗീകരിക്കണില്ലല്ലോ, ചെവി കൊള്ളുന്നില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ചെവിയിൽ വിരൽ തിരുകയാണ് അവർ. അതിന് മറുപടിയാണ് ഈ സൂക്തത്തിൽ മഹാനവർകൾ കൊടുക്കുന്നത്. ഞാൻ നിങ്ങളുടെ എത്ര ഗുണകാംക്ഷിയായിട്ട് എന്താ കാര്യം? ഉപദേശങ്ങൾ മേൽക്കുമേൽ നിങ്ങൾക്ക് തന്നിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടി വേണ്ടേ? നിങ്ങളുടെ സ്ഥിതിഗതികൾ നിങ്ങൾ മാറ്റം വരുത്താതെ ഷടിച്ചു നിൽക്കുകയാണല്ലോ. പിന്നെ ആരുടെ ഉപദേശം നിങ്ങൾക്ക് ഫലം ചെയ്യുക? ഞാൻ ഉപദേശിച്ച കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം ഇവരെ പോലെ സത്യനിഷേധത്തിൽ മൂടറുച്ചവർ സ്വന്തമായി അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകാത്തത്. നിഷേധത്തിൽ ഇങ്ങനെ മൂടറുച്ച് നിന്ന് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ താല്പര്യമില്ല, അതിന് വഴികൾ അവർ അന്വേഷിക്കുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു തആല അവർ ഹിദായത്തിലാക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, സൂറത്ത് അറാഫ് 146, എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല, സന്മാർഗം കണ്ടാൽ അവർ സ്വീകരിക്കില്ല, ദുർമാർഗം കണ്ടാൽ അവർ കൈക്കൊള്ളുകയും ചെയ്യും. അതാണ് ഒരു നിലപാട്. ഇസ്ലാമും ഖുർആനും ഒക്കെ സത്യമാണ് എന്നതിന് എല്ലാ തെളിവുകളും കണ്ടു കഴിഞ്ഞാൽ തന്നെയും അവർ വിശ്വസിക്കുകയില്ല. അപ്പം അങ്ങനെ വിശ്വസിക്കാൻ സന്നദ്ധരാകാത്ത ആളുകൾ അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കില്ല. എന്നാൽ അവർ പോണ വാട്ടിൽ പോട്ടെ എന്ന് വെക്കും. അതാണ് അള്ളാഹു തആല അവരെ വഴിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു കൈയും കണക്കില്ലാതെ കുറേ ആൾക്കാർ ദുർമാർഗത്തിൽ ഇങ്ങനെ നിർത്താൻ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നതല്ല. ഇവർ മാറ്റം വരുത്താതെ, ഇവർ സ്വയം ചിന്തിച്ച് മാറാതെ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും ശ്രമം നടത്താതെ, സത്യം കാണാനുള്ള വഴികൾ ആലോചിക്കാതെ, മർക്കളമുഷ്ടിയിൽ തന്നെ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഞങ്ങളുടെ പാട്ടിന് പോയിക്കോളി. അപ്പൊ ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളോട് ഞാൻ എത്ര ഉപദേശിച്ചിട്ട് എന്താ കാര്യം എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം വേദനയോട് ചോദിക്കുന്നത്. 35-ാമത്തെ ആയത്ത് നോക്കൂ. അടുത്തത് 25-ാമത്തെ ആയത്ത് മുതൽ 10 ആയത്തുകളിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനിയും കുറേ വാക്യങ്ങളിൽ ആ ചരിത്രം തുടരുന്നുമുണ്ട്. അതിൻ്റെ ഇടക്ക് 35-ാമത്തെ ആയത്തിൽ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് ഒന്ന് ചെറിയ കാര്യം ഒന്ന് പറയുകയാണ്. സൂര്യപ്രകാശം പോലെ സത്യത്തിൻ്റെ വഴി കൃത്യമായി സ്പഷ്ടമായിരുന്നിട്ടും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ജനത നിരാകരിച്ചിരുന്നല്ലോ, അതുപോലെയാണ് മക്ക മുശ്രിക്കുകളും ചെയ്തത് എന്ന് ഇടയിലൊരു കാര്യം പറയും. ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നൊരു ശൈലി, ഒരു കാര്യം പറയുന്നതിനിടയിൽ മറ്റൊരു വിഷയം പറയുന്നത് ഭാഷയിലുണ്ട്, അറബി ഭാഷയിലുള്ള ഒരു ശൈലിയാണത്. മുഅ്തരിളായ ജുംല എന്നാണ് പറയുക. ജുംലത്തുൻ മുഅ്തരിള, ഇടയ്ക്ക് പറയുന്ന ഒരു ജുംല. അപ്പോൾ സ്വന്തം ജനത നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തതുപോലെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമും ചെയ്തിരുന്നു. അത് സാന്ദർഭികമായി പറയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യം പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ അടുത്തറിഞ്ഞ ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. അവിടുന്ന് സാഹിത്യകാരനല്ല എന്നവർക്കറിയാം, കവിയല്ല എന്നവർക്കറിയാം, ഏതെങ്കിലും അധ്യാപകരുടെ മുമ്പിലിരുന്ന് അക്ഷരാഭ്യാസം പഠിച്ച ആളല്ല എന്നും അവർക്കറിയാം. എന്നിട്ടും സമ്പൂർണമായ ആശയസമ്പൂർണമായ പരിശുദ്ധ ഖുർആൻ അവർ മുമ്പിൽ കൊണ്ടുപോയി ഓതി കൊടുത്തപ്പോൾ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയതാണ് എന്നാണ് അവർ തട്ടിവിട്ടത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത കണ്ണടച്ചിരുട്ടാക്കിയതുപോലെയാണല്ലോ ഈ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നത്. വല്ലാത്തൊരു ജനത അല്ലേ? മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മൃഗത്തേക്കാൾ അധപ്പതിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ജൽപ്പനത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഞാൻ സ്വയം ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ അതിൽ പരിഭവിക്കുന്നത്? നിങ്ങൾക്കതിൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? അതിൻ്റെ പൂർണ്ണ ബാധ്യത എനിക്കാണ്. ആ പാപഭാരം എനിക്ക് മാത്രമാണ്. ഞാനാണ് ഖുർആൻ ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ തെറ്റ്, ആ പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ എന്തിനു പരിഭവിക്കണം?
എന്തായാലും അർത്ഥം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നതാണ് അർത്ഥം. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്കും ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ ഇതൊന്നും അംഗീകരിക്കാതെ ഈ പറയപ്പെട്ടതുപോലെ വ്യാജങ്ങൾ ആരോപിച്ച് സത്യനിഷേധത്തെ തുടരുകയാണെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈ ഖുർആൻ ഉണ്ടാക്കിയത് ഞാനാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ എങ്കിൽ അതിൻ്റെ കുറ്റഭാരം ഞാൻ ഏറ്റെടുക്കാം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കുറ്റഭാരം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഉണ്ടാക്കിയതല്ല അല്ലേ? ഇപ്പം ഇതല്ലാതെ എന്ത് മറുപടിയാണ് പിന്നെ ടീമിനോട് പറയും? കണ്ണും കാതും ഹൃദയവുമില്ലാത്ത ഇത്തരക്കാരോട് വേറെ എന്ത് വേദം ഓതിയിട്ട് എന്തു കാര്യം? അതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉണ്ടാക്കിയതെങ്കിൽ ആ കുറ്റവാളി ഞാൻ ഏറ്റെടുത്തോളൂ. നിങ്ങൾ എന്തിനാ അത് ടെൻഷൻ അടിക്കും? നിങ്ങൾ എന്തിനാ പരിപാലിക്കുന്നു? നിങ്ങളെ കുറ്റത്തിന് ഉത്തരവാദിത്വം നോക്കും, ഞാനത് ഏറ്റെടുക്കില്ല. ഇതൊരു അവസാനത്തെ മറുപടി. ഇതിലപ്പുറം എന്ത് മറുപടി എന്ന് പറയാം? അതിൻ്റെ ആശയം എന്താണ്? ഖുർആൻ ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല എന്ന്, ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന്. 35-ാമത്തെ ആയത്താണ് മുഅ്തരിളായി പറയാണ്. ഇനി ഇടയ്ക്കൊരു സംശയം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം യഖൂലൂന ഇഫ്തറാഹ് ഖുൽ ഇൻ ഇഫ്തറൈതുഹു ഫഅലയ്യ ഇജ്റാമി വഅന ബരീഉം മിമ്മാ തുജ്രിമൂൻ. അം യഖൂലൂൻ, അതല്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൽപ്പിക്കുകയാണോ? ഇഫ്തറാഹു, മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണെന്നാണോ മക്കാ മുശ്രിക്കുകൾ ജൽപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അം യഖൂലൂന, അവർ അതല്ല പറയുകയാണോ? ഇഫ്തറാഹു, മുഹമ്മദ് നബി ഈ ഖുർആനിനെ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നാണ് അവർ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയുകയാണ് അവർ. ഖുൽ, നബി അങ്ങ് മറുപടി പറഞ്ഞേക്കൂ. ഇൻ ഇഫ്തറൈതുഹു, അത് എൻ്റെ സ്വയം നിർമ്മിതിയാണെങ്കിൽ, ഞാനാണ് ഖുർആൻ ഉണ്ടാക്കിയത് എങ്കിൽ, ഫഅലയ്യ ഇജ്റാമി, ആ പാപഭാരം എനിക്ക് മാത്രമാണ്. നിങ്ങളെന്തിനു പരിപാലിക്കണം? ഇൻ ഇഫ്തറൈതുഹു, ഞാനാണ് ഖുർആൻ അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എങ്കിൽ, ഫഅലയ്യ, എൻ്റെ മേലിലാണ്, ഇജ്റാമി, അതിൻ്റെ ആ പാപഭാരം, ഞാൻ ആ പാപഭാരം ഞാൻ ഏൽക്കാമെന്നർത്ഥം. ഫഅലയ്യ ഇജ്റാമി, അതിൻ്റെ പാപഭാരം എനിക്ക് മാത്രമാണ്. അതേസമയം വഅന ബരീഉൻ, ഞാൻ മുക്തനാണ്, ഒഴിവാണ്, മിമ്മാ തുജ്രിമൂൻ, നിങ്ങളുടെ ദുഷ്ചെയ്തികളിൽ നിന്നെല്ലാം. എൻ്റെ കുറ്റത്തിൻ്റെ ദോഷഫലം ഞാൻ തന്നെയാണ് അനുഭവിക്കുക. ഞാനാണ് ഖുർആൻ ഉണ്ടാക്കിയത് എങ്കിൽ ആ കുറ്റത്തിൻ്റെ ദോഷഫലം ഞാൻ തന്നെ അനുഭവിക്കാനുള്ളത്. അത് ഞാൻ അനുഭവിച്ചോളാം. നിങ്ങൾ എന്തിനാണ് പരിഭവപ്പെടുന്നത്? ഞാൻ അങ്ങനെ ചെയ്യൂല, അത് വേറെ വിഷയമാണ്. അതങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കുറ്റഭാരം അനുഭവിക്കേണ്ടി വരിക. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി, ഞാനതിന് ഉത്തരവാദില്ല, ഞാൻ അതിന് ഒഴിവാണ്. നിങ്ങളത് നോക്കണം. അല്ല ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് മറ്റൊരു വിഷയം. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തമോ അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അതിൻ്റെ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്തം, തെറ്റുകളുടെ ദോഷഫലം നിങ്ങൾക്കാണ്. വാനബരിയും ഞാൻ അതിന് ഒഴിവാണ്. മനസ്സിലായല്ലോ അല്ലേ ആശയം? നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മഹാഭൂരിപക്ഷം മുഫസ്സിറുടെ അഭിപ്രായ പ്രകാരമാണ്. ഈ ഒരു 35-ാമത്തെ ആയത്ത് മുഅ്തരിളായ ഒരു ജുംലയാണ്. ഇടക്ക് പറഞ്ഞ നൂഹ് നബിയുടെ ചരിത്രം പറയുന്നതിനിടയിൽ അലൈഹിസ്സലാം പറഞ്ഞ മറ്റൊരു വിഷയമാണ് എന്ന് പറഞ്ഞത്. ഇനി വേറെ ചില മുഫസ്സിറുകൾക്ക് ഇവിടെ ഒരു അഭിപ്രായമുണ്ട്. ഈ 35-ാമത്തെ ആയത്തും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന്. അതായത് പ്രവാചകനാണെന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാം ഊന്നി പറയുന്ന കാര്യങ്ങൾ അത്രയും സ്വന്തം ഉണ്ടാക്കി പറയുകയാണ് എന്ന് ആ സത്യനിഷേധികളായ ആളുകൾ തട്ടിവിട്ടിരുന്നു. അതിനെക്കുറിച്ചാണ് 35-ാമത്തിൽ പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ജൽപ്പനത്തിന് നൂഹ് നബി അലൈഹി സ്വലാം പ്രതികരണമാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗം. ഇതാണ് രണ്ടാമത്തെ വിഭാഗം പറയുന്ന ഒരു വ്യാഖ്യാനം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായമാണ് ബഹുഭൂരിഭാഗം ഇബ്നു കസീർ, ഇബ്നു ജരീർ മഹാന്മാരായ റഹ്മത്തുള്ളാഹി അലൈഹിം ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ പറഞ്ഞ വിഭാഗത്തെ അഭിപ്രായ പ്രകാരം ഈ പറഞ്ഞതൊക്കെ നൂഹ് നബി അലൈഹി സ്വലാം സ്വന്തം കെട്ടി ഉണ്ടാക്കി പറയുകയാണ് എന്ന് ആളുകൾ ആരോപിച്ചു. അതിന് മഹാനവറുകൾ മറുപടി പറഞ്ഞു. എന്ത്? ഞാൻ ഇതൊക്കെ എൻ്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കല്ല, എനിക്ക് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ഒരുപാട് കുറ്റങ്ങളും തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേറേണ്ടി വരും. അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇതായിരിക്കും രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അതിൻ്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇൻഷാ അല്ലാഹ് 36-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. 950 കൊല്ലക്കാലം മഹാനായ നബി അലൈഹി സ്വലാം ദഅവത്ത് ചെയ്തു, നിരന്തര പ്രബോധനം. എന്നിട്ടും സത്യനിഷേധികളായ ആളുകൾ ശിർക്കിൽ നിന്ന് പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി ആരും മുഅ്മിനാകുകയില്ല എന്നൊക്കെ അറിവ് കിട്ടിയതിന് ശേഷം മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്. സൂറത്ത് നൂഹിൽ 26-ഉം 27-ഉം മഹാനവറുകൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ? വഖാല നൂഹ് റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. അല്ലാഹുവേ, ഒരൊറ്റ നിഷേധിയെയും ഭൂമിയിൽ നീ വെച്ചേക്കരുത്. അവർ നീ വെച്ചേക്കുകയാണെങ്കിൽ തെമ്മാടികളായ ആളുകൾ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കി വിടും. ഇതാണ് മഹാനവറുകൾ ദുആ. അത് അല്ലാഹു സ്വീകരിച്ചു.
ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ അംഗീകാരം കിട്ടി. 36-ാമത്തെ ആയത്തിൽ പറയുന്നവർ അല്ലാഹു തആല പറയണം, ഒരാളും ഇനി മുഅ്മിനാകാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നിരാശനാവണ്ട, നിങ്ങൾ ഇങ്ങനെ എനിക്ക് ചെയ്തോളൂ. അള്ളാഹു പറഞ്ഞു, ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളെ കൂടെ വിശ്വസിച്ച ആളുകൾ വെച്ച് ഒരാളും ഇനി സത്യത്തിൻ്റെ വഴിയിലേക്ക് വരില്ല. പക്ഷേ തമ്മാടികളായ മഹാഭൂരിപക്ഷം ആളുകളെ കുറിച്ച് അങ്ങൊരിക്കലും നിരാശനാവേണ്ട, ദുഃഖിക്കണ്ട എന്ന് അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ശരി, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങളൊരു കപ്പലുണ്ടാക്കി. ഒരു കപ്പലുണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ കപ്പലിന് നിർദ്ദേശം എൻ്റെ മേൽനോട്ടത്തിലും എൻ്റെ നിർദ്ദേശം അനുസരിച്ചുമായിരിക്കണം. നിഷേധികളെ മുക്കിക്കൊല്ലാൻ പോവുകയാണ് എന്നറിയിച്ചു. കാഫിറായ ഒരാളുടെ കാര്യത്തിലും ഒരു ശുപാർശയുമായി ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് എന്നും നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹു തആല പറയുകയാണ്. അതാണ് 36-ഉം 37-ഉം ആയത്തുകളിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. أوحي إلى نوح. നൂഹ് നബി അലൈഹി സ്വലാമിന് സന്ദേശം നൽകപ്പെട്ടു. എന്താണ് വഹി നൽകപ്പെട്ടത്? അന്നഹു, നിശ്ചയമായും കാര്യം, ലൻ യുഅ്മിന മിൻ ഖൗമിക്, അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് ഇനി വിശ്വസിക്കുകയില്ല, ഇല്ലാ മൻ ഖദ് ആമൻ, ഇതുവരെ വിശ്വസിച്ചു കഴിഞ്ഞവരല്ലാതെ. ഇതുവരെ വിശ്വസിച്ചവരല്ലാതെ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് മറ്റാരും ഇനി സത്യവിശ്വാസം സ്വീകരിക്കുകയേ ഇല്ല, തീർച്ച. അന്നഹു ലൻ യുഅ്മിന, ലൻ എന്ന അക്ഷരമിട്ടിട്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം, ഇനി വിശ്വസിക്കുകയേ ഇല്ല. ഇല്ലാമൻ ഖദ് ആമൻ, ഇതുവരെ വിശ്വസിച്ചവരല്ലാതെ. അതുകൊണ്ട് ഫലാ തബ്തഇസ്, നബിയെ അങ്ങ് ദുഃഖാകുലനാവേണ്ട, അങ്ങ് നിരാശ വേണ്ട. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ, അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങ് ദുഃഖാകുലനാവേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, നിരാശ ആവേണ്ടതില്ല. അവർ ചെയ്യുന്നത് ബിമാ കാനൂ യഫ്അലൂൻ, അതിലങ്ങ് സങ്കടപ്പെടേണ്ടതില്ല. ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന് വഹി നൽകപ്പെട്ടത്. പിന്നെന്തും അടുത്ത ആയത്തിലുള്ളതും വഹിയാണ്. വസ്നഇൽ ഫുൽക്ക്, നൂഹ് നബി അങ്ങ് ഒരു കപ്പലുണ്ടാക്കണം. വസ്ന, അങ്ങ് നിർമ്മിക്കണം, പണിയണം. അൽ ഫുൽക്ക, കപ്പൽ പണിയണം. ബി അയുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ നിർദ്ദേശം അനുസരിച്ച്. നമ്മുടെ നിർദ്ദേശം അനുസരിച്ചും നമ്മുടെ മേൽനോട്ടത്തിൽ വന്നൊരു കപ്പലുണ്ടാക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് അർത്ഥം. വലാ തുഖാതിബ്നി, എന്നോടിനി സംസാരിക്കരുത്. ഫില്ലദീന ളലമു, അക്രമികളായ ജനതയുടെ കാര്യത്തിൽ എന്നോടിനി സംസാരിക്കണം. അതായത് ഇത് കാഫിറുകളെ ആളുകളുടെ കാര്യത്തിൽ എന്നോട് ഒരു ശുപാർശക്കും വേണ്ടെന്നർത്ഥം. ഇന്നഹും മുഗ്റഖൂൻ, അവരെല്ലാവരും മുക്കിക്കൊല്ലപ്പെടാൻ പോകുന്നവരാണ്. മുഗ്റഖൂൻ എന്ന് പറഞ്ഞാൽ മുക്കിക്കൊല്ലപ്പെടാൻ പോകുന്ന ആളുകളാണ്. കപ്പൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മനുഷ്യ സമുദായത്തിന് മുമ്പൊരു പരിചയമില്ല. ആദ്യമായിട്ടാണ് മനുഷ്യ സമൂഹത്തിൽ കപ്പൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് പറയാൻ കാരണം. ബി അയുനിനാ വഹീന, അല്ലാഹു ആ കപ്പലിൻ്റെ ആകൃതി പറഞ്ഞു കൊടുത്തു, നിർമ്മിക്കേണ്ട രീതി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞു തരണ്ടേ? അതുകൊണ്ടാണ് അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞത്. എല്ലാം അല്ലാഹു തആല നിർണ്ണയിച്ചു നൽകി. നമ്മുടെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതാണ്, വഹി അനുസരിച്ചെന്ന് പറഞ്ഞാൽ അതാണ്. പരിശുദ്ധ ഖുർആനിനെ അൽവാഹിൻ വദുസ്റ എന്നാണ് വേറൊരു ആയത്തിൽ പറഞ്ഞത്. പലകകളും ആണികളുമുള്ള. സൂറത്തുൽ ഖമറിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ രീതികളും രൂപങ്ങളും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു എന്ന് ചുരുക്കം. അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ ആ കപ്പൽ നിർമ്മാണം മഹാനുകൾ ആരംഭിച്ചു. നല്ല പലകൾ ഉപയോഗിച്ച്, നല്ല മരത്തിൻ്റെ പലകൾ ഉപയോഗിച്ച് നിരവധി ആശാരിമാർ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കിയത് എന്ന്. 3 തട്ടുകളായാണ് കപ്പൽ നിർമ്മാണം നടന്നത്. മുകളിൽ മനുഷ്യരും താഴെ ഉള്ള തട്ടുകളിൽ പക്ഷിമൃഗാദികൾ, വിവിധ മൃഗങ്ങളിൽ നിന്നുള്ള ഇണകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആളുകളിത് കാണും, കളിയാക്കും, പരിഹസിക്കും. മരുഭൂമിയിലല്ല അപ്പോൾ കപ്പലുണ്ടാക്കണത് എന്ന് ചോദിച്ചിട്ട് കളിയാക്കും. മഹാനവറുകൾ അതൊക്കെ ക്ഷമാപൂർവ്വം നേരിടും. അവരെ വീണ്ടും എന്നെ സത്യത്തിലേക്ക് ക്ഷണിച്ചു നോക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നോക്കും. അവരതൊന്നും എപ്പോഴും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അള്ളാഹു തആല ഇനി ആരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പിന്നെയും എന്താണ് പറയുക, ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ തീരെ ചെറുതൊന്നുമല്ലായിരുന്നു എന്നാണ്. ഇതേ സൂറയിൽ 40-ാം ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓരോ ജീവി വിഭാഗത്തിലും പെട്ട ഇണകളെ കപ്പലിൽ കയറ്റാൻ പറയുന്നതാണ് 40-ാമത്തെ ആയത്തിലുള്ളത്. അപ്പോൾ അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വലിപ്പം ആ കപ്പലിന് ഏതാനും വേണമല്ലോ. അപ്പോൾ തീരെ ചെറുതല്ല എന്ന് മനസ്സിലാക്കാം.
കപ്പലിൻ്റെ വലിപ്പം എത്രയായിരുന്നു, അതിൻ്റെ രീതി എങ്ങനെയായിരുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പലയിടത്തുമുണ്ട്. ബൈബിളിലൊക്കെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നത് ആ കപ്പലിൻ്റെ നീളം 300 മുഴവും വീതി 50 മുഴവും ഉയരം 30 മുഴവുമായിരുന്നു എന്നാണ്. 3 തട്ടുകളുള്ളതായിരുന്നു എന്നൊക്കെ ഉൽപ്പത്തി 6 14 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. കപ്പൽ ഉണ്ടാക്കുന്നതും പിന്നെ അതിന് ശേഷമുള്ള ഘട്ടങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനും ഇത്രയുമാണ്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ഞങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൊടുത്തരണേ തമ്പുരാനെ. ഞങ്ങളെല്ലാ തെറ്റുകളും പൊറുക്കണേ അല്ലാഹു. ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങൾ ദുആ ചെയ്യണം. കടപ്പെട്ടവർക്കും ഖൈറും സലാമത്തും സന്തോഷവും അറിയണം തമ്പുരാനെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫാക്കി തരണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاء سينا. السلام عليكم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.